കോഴിക്കോട് നഗരത്തിൽ ലഹരിവേട്ട തുടരുന്നു. ഡാൻസ് ഓഫും നടക്കാവ് പോലീസും ചേർന്ന് രണ്ടിടങ്ങളിൽ നിന്നായി 50.95 ഗ്രാം MDMA ആണ് പിടികൂടിയത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. രണ്ടിടങ്ങളിൽ നിന്നായി 2 യുവാക്കളെയും ഒരു യുവതിയെയും പിടികൂടി. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടാണോ ഈ പരിശോധനകൾ പുരോഗമിക്കുന്നത്? എത്രത്തോളം ലഹരി പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്? ആരൊക്കെയാണ് പിടിയിലായത്? പ്രതീക്ഷ, മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷന്റെ ഭാഗമായി തന്നെയാണ് ഈ തെരച്ചിൽ പരിശോധന നടന്നു വരുന്നത്. കോഴിക്കോട് നഗരത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ MDMA വേട്ടയാണ്. ഇപ്പോൾ 2 യുവാക്കളും ഒരു യുവതിയുമാണ് രണ്ടിടങ്ങളിൽ നിന്നായി പിടിയിലായിട്ടുള്ളത്. ആദ്യമേ തന്നെ പോലീസ് പിടികൂടിയത് അരക്കിണർ സ്വദേശി മുനാഫിസിനെയാണ്. മുനാഫിസിൽ നിന്ന് ഏകദേശം 14.95 ഗ്രാം MDMA ആണ് പിടികൂടിയത്. അത് മാവൂർ റോഡ് മൃഗാശുപത്രിക്ക് സമീപത്ത് വെച്ചാണ്. മുനാഫിസ് MTech വിദ്യാർത്ഥിയാണ്. ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും സ്ഥിരമായി ചെയ്യുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ 700 ഗ്രാം MDMA പിടിച്ചതിന് ഇയാൾക്കെതിരെ ബാംഗ്ലൂരുവിലും അതുപോലെ ആശിഷുമായി പിടികൂടിയതിന് ദുബായിലും കേസുണ്ട്. 4.5 വർഷം ദുബായ് ജയിലിലും 8 മാസം ബംഗളൂരുവിലും ജയിൽവാസം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസിൽ ധനൂപ്, അതുല്യ, അതായത് ഒരു യുവാവിനെയും യുവതിയുമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. അരയടത്ത് പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത്. 36 ഗ്രാം MDMA ആണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് MDMA കൊണ്ടുവന്നതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതുല്യ കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് ലഹരി മരുന്നിന്റെ കാരിയറായി നേരത്തെയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതുപോലെ തന്നെ ബംഗളൂരുവിൽ നിന്ന് കഞ്ചാവുമായി പിടിയിലായതിന് ധനൂപിനെതിരെ കേസുമുണ്ട്. 2 മാസം മുൻപാണ് ജയിലിൽ നിന്ന് ഈ യുവാവ് ഇറങ്ങിയത്. അങ്ങനെ പതിവായി MDMA ഉപയോഗവും ലഹരി മരുന്നിന്റെ വിൽപ്പനയും നടത്തുന്ന സംഘമാണ് 3 പേർ ഇന്ന് 2 കേസുകളിലായി കോഴിക്കോട് പിടിയിലായിട്ടുള്ളത്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്. യുവതി യുവാവടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ലഹരിയുമായിട്ടാണ് പിടിയിലായത്.